ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മാങ്ങാക്കറിയാണ് ഇത്. ഒരു കലം ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറിയാണ് ഇത്. ട്രൈ ചെയ്തതിന് ശേഷം കമൻ്റ് അറിയിക്കുക. ഓക്കെ, ഇവിടെ 10-12 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് സമചതുരത്തിൽ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു ദിവസം ഇതുപോലെ വെച്ചതിന് ശേഷം കുപ്പിയിലോ ചട്ടിയിലോ ആക്കി വെച്ചാലും മതി. ഇത് പിറ്റേ ദിവസം എടുക്കുമ്പം ഇതുപോലെ ഇരിക്കും. കുറച്ച് മാങ്ങാനീരുണ്ട്, അത് ഊറ്റിയെടുക്കാം. ഇതുപോലെ ഊറ്റിയെടുക്കണം. അതിനുശേഷം അടുപ്പിൽ ചീനിച്ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. അതിൽ വറ്റൽ മുളകും ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് തീ ഓഫാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. വിനാഗിരിയും കൂടെ അതിലൊഴിച്ചു കൊടുക്കാം. അതിന് തിളപ്പിച്ച് തീ ഓണാക്കി തിളയ്ക്കുമ്പോഴത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പുണ്ടാകും നോക്കണം. നോക്കിയതിന് ശേഷം മാങ്ങയുടെ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാങ്ങ വെന്തു പോകാതെ തീ ഓഫാക്കുക. മാങ്ങ ചൂടായാൽ മതി, അപ്പോഴേ ഓഫാക്കണം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്നത്ര എരിവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3-4 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആറിയതിന് ശേഷം കുപ്പിയിലാക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നല്ലെണ്ണ 200 ഗ്രാം നല്ലെണ്ണയും കൂടെ ഞാൻ തിളപ്പിച്ച് അതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇന്നാ നാളെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ ചൂടോടെ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുപ്പിയിലാക്കി അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക.